അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞതോടെ കേന്ദ്ര സംഘം കേരളത്തിൽ വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. കപ്പലിന്റെ വിദഗ്ധ സംഘവും കേരളത്തിലെത്തും. ഓയിൽ എത്തുമെന്ന ആശങ്ക താൽക്കാലികമായി ഒഴിഞ്ഞു. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്നും ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. വെള്ളത്തിന് മുകളിൽ പൊട്ടിത്തെറിക്കും തീപടരാനും സാധ്യതയുണ്ട്. അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് വീണ്ടും ഊന്നി പറയും. ഇവ വരും, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് വെളുപ്പാങ്കാലം മുതലല്ലേ നമ്മൾ കണ്ടു തുടങ്ങി. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. എത്ര നാൾ ഇത് തുടരേണ്ടി വരും, എന്താണ് ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊക്കെ സമയം പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സൂക്ഷ്മതയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മളും നിരീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, മുന്നറിയിപ്പ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും തീരത്തിനരികെയുണ്ടെന്ന വാർത്തകൾ വരുന്നു. ഏതായാലും മുന്നറിയിപ്പുകൾ സുപ്രധാനമാണ്. തീപിടിക്കാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആരൊക്കെയാണോ ഇതിന് സമീപത്തുള്ളത് അവരെല്ലാം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പിനാണ് ഇപ്പോഴും പ്രാധാന്യം, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, മുന്നറിയിപ്പ് തന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. നമുക്ക് അറിയാവുന്നതാണ് 13 കണ്ടെയ്നറുകളിലാണ് ഈ കാൽഷ്യം കാർബൈഡ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാൽഷ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ വാർത്തകളിലെല്ലാം തന്നെ വിദഗ്ധരെല്ലാം സൂചിപ്പിച്ചതുപോലെ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് അസിറ്റൈലിൻ എന്ന് പറയുന്നൊരു വാതകം, ആ വാതകം അതിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാവുന്ന ഇപ്പോൾ കോമൺ ആയ ഒരു ഉപയോഗം അസിറ്റൈലിൻ ഉള്ളത് ഗ്യാസ് വെൽഡിങ്ങും ഗ്യാസ് കട്ടിങ്ങും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഫ്ലെയിമായി മാറുന്നത് ഈ വാതകമാണ്. അതിനുപയോഗിക്കുന്ന വാതകമാണിത്. ഈ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കാൽഷ്യം കാർബൈഡ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത്. അതിൻ്റെ ഇൻഡസ്ട്രിയൽ യൂസും അതാണ്. ഇത് വെള്ളവുമായി പ്രതിപ്രവർത്തിക്കുന്നതോടുകൂടി ഈ ഗ്യാസിൻ്റെ സാന്നിധ്യം വലിയ തോതിൽ സമുദ്രത്തിന് മുകളിലും, അതായത് സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലെ തട്ടിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട്. ഹൈലി വളറ്റൈലായ ഒരു ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായുവിലേക്ക് പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ വായുവിന് മുകളിലേക്ക് പോകാനുള്ള, അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും മനുഷ്യ സമ്പർക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാഹനങ്ങളോ ബോട്ടുകളോ ഒക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്ലെയിം ഉണ്ടാവുകയാണെങ്കിൽ വൻതോതിൽ തീ പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യത ഈ അസിറ്റൈലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വെള്ളത്തിന് മുകളിൽ പോലും തീ പിടിക്കുന്നൊരു സാധ്യതയുണ്ടാവും. അത് ഭയാനകമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. അത് മീൻപിടുത്ത തൊഴിലാളികളെല്ലാം ഏതെങ്കിലും ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ അവരെയൊക്കെ വലിയ റിസ്ക്കിലുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇതൊരു ബേൺ സെൻസേഷൻ ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പോൾ തീ പിടിക്കാതെ തന്നെ ശരീരത്തിൽ വീണാൽ ഒരു പൊള്ളലുണ്ടാക്കുന്ന ഒരു സാധ്യതയും ഈ രാസവസ്തുവിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 13ഓളം കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത് ഈ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട, അതും കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുലിമുട്ടുകളുടെ എല്ലാം കല്ലുകളിൽ വന്ന് ഇടിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നിലവിൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമായൊരു കടലായതുകൊണ്ട് തന്നെ ഈ തിരയിളക്കത്തിൽ ഇത് വന്ന് അടിയുമ്പോൾ അല്ലെങ്കിൽ അടിച്ച് വീഴുമ്പോൾ അതിൽ നിന്നും പൊട്ടിത്തെറിക്കാനും ഇതിൽ നിന്നുള്ള രാസവസ്തുക്കൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ രാസവസ്തുക്കൾ പുറത്തു വരികയാണെങ്കിൽ അതിന് പ്രത്യേക നിറമോ അല്ലെങ്കിൽ ഒരു മണമോ ഉള്ള ഒരു ഗ്യാസായി അല്ല അത് പുറത്തു വരിക. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ സാധ്യത കുറവാണ്. ഈ മണം പോലും ഇല്ലാതാകുമ്പോൾ ആ പരിസരത്ത് എത്തിപ്പെടാൻ അത് എവിടെ നിന്ന് വരുന്നു എന്നത് സാധാരണഗതിയിൽ മനസ്സിലാക്കാനുള്ള സാധ്യത, ഒരു ദുർഗന്ധം വരികയോ അവിടേക്ക് പോകാതിരിക്കാൻ ഒരു നിർദ്ദേശം നൽകുകയോ ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം മണമില്ലാത്തൊരു വാതകമാണിത്. അതുകൊണ്ട് തന്നെ ഈ മണം പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് അതിൻ്റെ 200 മീറ്ററോളം അടുത്തേക്ക് പോകരുത്. 200 മീറ്റർ എന്ന് പറയുന്നത് വളരെ സേഫായൊരു ഡിസ്റ്റൻസാണ്. അതിൽ എന്തെങ്കിലും ഒരു തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമായി നിയന്ത്രിക്കുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും സാധിക്കാവുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പോകരുത്. ഈ രാസമാലിന്യങ്ങൾ കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് ഈ ഡീസൽ പോലുള്ള, അതായത് ലൈറ്റ് ഡീസൽ പോലുള്ള ഒരു സംവിധാനമാണ്, ഒരു ഇന്ധനമാണുള്ളത്. അത് അതിൻ്റെ സ്റ്റോക്ക് അതിലുണ്ട്. അത് കപ്പലിൽ നിന്ന് അത് പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ബോർഡിലുള്ള, അത് കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനമെല്ലാം തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ അത് പുറത്തു വരികയാണെങ്കിൽ ഒരു എണ്ണപ്പാടയായി പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ എണ്ണപ്പാട പടർന്നു പിടിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള
പ്രശ്നങ്ങൾ, അത് തീപിടിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കും. അതുപോലെ തന്നെ അത് തീരത്തടിയുമ്പോൾ അത് ജീവിവർഗ്ഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ അടിയുന്നത് നീണ്ടകരയ്ക്ക് അടുത്താണ് എന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നീണ്ടകരയാണെങ്കിൽ വലിയൊരു ഫിഷിംഗ് ഹാർബറാണ് നീണ്ടകരയിൽ വലിയ തോതിലുള്ള മനുഷ്യ സമുദ്ര ഇടപെടലുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ ശ്രദ്ധ ആവശ്യമുണ്ട്. രാസമാലിന്യത്തിൽ നിന്നുള്ള അപായങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആഘാതങ്ങളും അതുപോലെ തന്നെ ഈ ഇന്ധന ചോർച്ച മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഫ്യൂവലിൻ്റെ പടരുന്നൊരു സാഹചര്യം, എണ്ണപ്പാട പടരുന്നൊരു സാഹചര്യം കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളിലൊക്കെയുള്ള, അതായത് ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിന് ഇൻഡസ്ട്രിയൽ ദുരന്തം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഈ കപ്പൽ ദുരന്തമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് എം മനോജിനൊപ്പം ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഒരു ഗവേഷണ വിദ്യാർത്ഥിയും ചേർന്നിരുന്നു. അപ്പോൾ അവർ ആശങ്ക ലഘൂകരിക്കുന്ന രീതിയിൽ, അതായത് അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം ഈ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാണ്, അതിങ്ങനെ ഇളകി മറിയുന്നുണ്ട്. അക്കാരണത്താൽ ഒരുപക്ഷെ ഈ ഓയിലൊക്കെ നേർത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കടലിൽ പോകുന്നവർ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഗവേഷണ വിദ്യാർത്ഥിയും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആശങ്കയുണ്ട്, സൂക്ഷിക്കണം. പക്ഷേ നമ്മൾ അധികം ഭയപ്പെടേണ്ടതില്ല, ജാഗ്രതയാണ് വേണ്ടത്. അതാണ് ശരി. തീർച്ചയായും ജാഗ്രത തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അപകടാവസ്ഥ ഉണ്ടായാൽ അതിനെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുരക്ഷ ഒരുക്കുന്നതിന്, അതായത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരതിൻ്റെ പരിസരത്ത് അപകടമുണ്ടാകാവുന്ന പ്രദേശത്തിൻ്റെ പരിസരത്ത് സാധാരണക്കാരുണ്ടാവുകയാണെങ്കിൽ വലിയ കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഭാഗമായുള്ള ഒരു ജാഗ്രത തന്നെയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വൻ തിരയിളക്കം, പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടമാണ്, വൻതോതിൽ കടൽ ഇളകിമറിയുന്ന പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം തന്നെയാണ് ഒരു പരിധിവരെ നേട്ടമായി മാറുന്നത്. അതായത് എണ്ണപ്പാട പടരുന്നതിനുള്ള സാഹചര്യം കുറയുകയും അത് കലങ്ങി പോകുന്ന കടൽ വെള്ളത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇത് മറ്റു ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ കൂടി കടൽ വെള്ളത്തിൻ്റെ ഒരു അബണ്ടൻസ്, അതായത് വലിയ തോതിൽ വെള്ളം ഉള്ള പ്രദേശമാണ് കടൽ എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാലിന്യം അതിശക്തമായി ഈ മാലിന്യം കൊണ്ട് വലിയ തോതിൽ മലിനീകരിക്കപ്പെടാനുള്ള സാധ്യത കടലിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ഇത് കുളങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളിലോ ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് തുലോം കുറവാണ് കടലിലെ രാസവസ്തുക്കളെല്ലാം കടരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്നതും ഒരു വസ്തുതയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എടുത്തു പറയേണ്ടത്, നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ മറൈൻ ബയോഡൈവേഴ്സിറ്റിയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ജൈവ വ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്രതികൂലമായി ബാധിക്കാനാണെങ്കിൽ അത് വലിയ തോതിൽ ഒരു മത്സ്യോൽപാദനക്ഷമതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ അഭിസംബോധന ചെയ്യുക, അതായത് കൃത്യമായി ഓയിൽ സ്പില്ലിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഈ രാസമാലിന്യം ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കുക, അതിനൊരു കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളും കോസ്റ്റ് ഗാർഡ് എല്ലാം ചേർന്ന് ഒരു സംയുക്ത പദ്ധതിയിലൂടെയാണ് പരിപാടികൾ, ഈ ദുരന്ത നിവാരണ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുകയാണ്. കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വരും എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.